ആ സിങ്ങിൻ്റെ ഒന്ന് പറയടാ, ഫുള്ള് അലമ്പായിക്കുന്ന കേട്ട്. എൻ്റെ സീൻ്റെ ഏതാ ഈ ഇങ്ങനെ ചൊറ ഒഴിവാക്കിക്കൊണ്ടാ. ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ ഒഴിവായിക്കൊണ്ടോ. എന്താ എനിക്കെന്താ പ്രശ്നമുണ്ടോ? എടാ ഷഹബാസ് സിങ്ങിൻ്റെ ഒന്ന് പറയടാ, ഫുള്ള് അലമ്പായിക്കുന്ന കേട്ട്. എൻ്റെ സീൻ്റെ ഏതാ ഈ ഇങ്ങനെ ചൊറ ഒഴിവാക്കിക്കൊണ്ടാ. ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ ഒഴിവായിക്കൊണ്ടോ. എന്താ എനിക്കെന്താ പ്രശ്നമുണ്ടോ? എടാ ഷഹബാസേ, എന്തേലുണ്ടേ പൊരുത്തപ്പെട്ടാട്ടോ. ഞാൻ എന്നോട് കുറേ പറഞ്ഞല്ലേ മോനെ, ഞങ്ങൾ ചുറക്ക് നിൽക്കില്ല. ഇനി പിന്നെയും ഇനി ഞങ്ങൾ എന്നിട്ടും എന്നോട് ചുറക്ക് നിന്നില്ലല്ലോ. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞോ? ഇല്ലല്ലോ. ഈ മുകളിൽ അയച്ച മെസ്സേജ് കൊടുക്കും, ഞാൻ എന്നോട് നല്ലോണമല്ലേ പറഞ്ഞത്. പിന്നെ എന്നോട് ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക. ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും വന്നതാണ്. പിന്നെ എന്നേത്തെ പ്രശ്നം ഞങ്ങളാരും മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ട്യൂഷനും കഴിഞ്ഞ് വരികയാണ്. ഇപ്പം നിങ്ങൾ എം ജെയുള്ള ഏതോ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി, എല്ലാവരും കൂടി ആയിട്ട് എത്തിയതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇനിയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചല്. ഞാൻ എന്തേതാ പിന്നെ ചെയ്യേണ്ടി ഇനി പറഞ്ഞോണ്ടാ. പിന്നെ കൂട്ടത്തല്ലായി ഇങ്ങനെ കണ്ടല്ലേ വെക്ക. എന്തേലും ഉണ്ടേ പൊരുത്തപ്പെട്ടിട്ടോ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ താമരശ്ശേരിയിലുണ്ടായ കൂട്ടത്തല്ലിൽ സംഘർഷത്തിൽ കലാശിക്കുകയും അതുപോലെ തന്നെ അവസാനമായി മുഹമ്മദ് ഷഹബാസ് എന്ന് പറയുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരന് അദ്ദേഹത്തിൻ്റെ ജീവിതം വരെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയും ഉണ്ടായി. അതിൽ നിങ്ങൾ വോയിസിൽ കേട്ടു കാണും. ആ സംഘർഷത്തിൽ പങ്കെടുത്ത ഒരു ചെറുപ്പക്കാരൻ അതിനുശേഷം മുഹമ്മദ് ഷഹബാസിന് ഒരു മെസ്സേജ് അയക്കുകയാണ്. ഈ സംഘർഷത്തിൽ തനിക്ക് എന്നോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉള്ളത് കൊണ്ടൊന്നുമല്ല, താൻ ഇങ്ങോട്ട് വന്നത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ ഉണ്ടായത്, എന്തിനായിരുന്നു താൻ അത് ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ താൻ ആ കുറ്റം ചെയ്തതിൽ തനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് പുറത്തു തരണമെന്നും മുഹമ്മദ് ഷഹബാസിനോട് മെസ്സേജിൽ ആ സഹപാഠി തന്നെ മെസ്സേജ് അയച്ച് ക്ഷമ ചോദിക്കുന്നതായി നമ്മൾ കാണുന്നു. തീർച്ചയായിട്ടും ഇത്തരം സഹപാഠികളും ഇത്തരം സുഹൃത്തുക്കളുമുള്ള ഒരു കലാലയത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പുറം കുട്ടികൾക്ക് ക്രിമിനൽ വാസന ഉള്ളത് കൊണ്ടാണ് അവർ ഇത്തരം വളരെ ആക്രമണമുഖമായ ഒരു പ്രവർത്തനത്തിലേക്ക് വിദ്യാർത്ഥികൾ പങ്കുചേരുന്നത്. തീർച്ചയായിട്ടും ഇത്തരം ആക്രമണവാസനയുള്ള കുട്ടികളെ വേർതിരിച്ച് മനസ്സിലാക്കി അവർക്ക് വേണ്ട ചികിത്സ കൊടുക്കേണ്ടത് തന്നെയാണ്. അവർ പറഞ്ഞ മെസ്സേജ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, നേരിട്ട് തന്നെ അക്രമത്തിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ എന്തോ ഒരു അസ്വസ്ഥതയിലാണ് അദ്ദേഹം ഇത്തരം ഒരു മെസ്സേജ് ആ സഹപാഠിക്ക് അയക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് ശേഷമാണ് സഹപാഠികൾ ഈ മുഹമ്മദ് ഷഹബാസിനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്ലാൻഡായിട്ട് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു തീരുമാനമെടുത്തതിന് ശേഷമാണ് ഇതിന് പുറപ്പെടുന്നത് അവരുടെ ആ ഗൂഢാലോചനയുടെ ബാക്കി ഭാഗങ്ങൾ. ഞാനൊരു കാര്യം പറഞ്ഞു, ഷഹബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. കൂട്ടത്തല് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. ഏട്ടാ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ആ വോയിസ് കൂടി കേട്ടപ്പോൾ തീർച്ചയായിട്ടും കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകും. വിദ്യാർത്ഥികൾ ചേർന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ പറയുകയാണ്, കൂട്ടത്തല്ലിൽ മരണപ്പെടുകയാണെങ്കിൽ കേസെടുക്കാൻ വേണ്ടി വകുപ്പില്ല, അങ്ങനെ കേസെടുത്താൽ തന്നെ അത് തള്ളിപ്പോകുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരുത്തൻ്റെ അഭിപ്രായം, ഇങ്ങോട്ട് വന്നതല്ല അതുകൊണ്ട് കേസൊന്നും നിലനിൽക്കില്ല എന്നാണ് പറയുന്നത്. മറ്റൊരുത്തൻ പറയുന്നത് അവരുടെ കണ്ണ് ഒറ്റയടിക്ക് അവനെ ഇല്ലാതാക്കണം, അവനെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും എന്നാണ് പറയുന്നത്. ഇത്തരം കൊലവിളികളുമായി വിദ്യാർത്ഥികൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ഒരു പ്ലാൻഡായ രീതിയിൽ അവൾ വളരെ കണ്ണിങ്ങായി 2 ദിവസം എടുത്ത് ഒത്തുചേർന്നൊരു തീരുമാനം എടുത്തതിന് ശേഷമാണ് മുഹമ്മദ് ഷഹബാസ് എന്ന് പറയുന്ന ഒരു 10ാം ക്ലാസ് ചെറുപ്പക്കാരനെ ഇത്തരം കുട്ടികൾ ചേർന്നുകൊണ്ട് ആക്രമണത്തിന് ഇരയാക്കുകയും അതിനുശേഷം രാത്രി ഏകദേശം 12:30 കൂടി മെഡിക്കൽ കോളേജിൽ വെച്ച് ആ കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത്. തികച്ചും ഇതൊന്നും യാദൃശികമല്ല എന്ന് മുഹമ്മദ് ഷഹബാസിന്റെ വാപ്പ പറയുന്നതും ഏകദേശം ഈ കാര്യങ്ങൾ ഒത്തുവെച്ച് നോക്കുമ്പോൾ വാപ്പ പറഞ്ഞ കാര്യം വളരെ ശരിയാണ് എന്ന് നമുക്ക് തന്നെ മനസ്സിലാവുന്നതാണ്. ഇത്രയും വട്ടട്ടിങ്ങാഞ്ഞ് തല്ലണമെങ്കിൽ ഇതൊരു ഗൂഢാലോചനപരമായിട്ട് ഗുണ്ടാ ലെവലിൽ ചെയ്തതാണ്. അത് തന്നെ അല്ലാണ്ട്. അപ്പം വാപ്പ സങ്കടത്തോടു കൂടി പറയുന്നത് നിങ്ങൾ കേട്ടു കാണും. ഒരു കുട്ടി നഷ്ടപ്പെട്ട ഒരു വാപ്പാന്റെ ഒരു സങ്കടവും അതുപോലെ തന്നെ ആ വാപ്പ പറയുന്നുണ്ട്, ഒരു കുട്ടികളുടെ ഒരു സാധാ തല്ലൊന്നുമല്ല എന്നും ഒരു പ്ലാൻഡായ രീതിയിൽ അവൾ ഒത്തുചേർന്നുകൊണ്ട് അതുപോലെ തന്നെ പുറത്തുള്ള ആൾക്കാരെല്ലാം ചേർന്നുകൊണ്ട് ഒരു ആക്രമണമാണ് നടത്തിയതെന്നും അതുപോലെ തന്നെ കരാട്ടയ്ക്ക് ഉപയോഗിക്കുന്ന നെഞ്ചക്ക് എന്ന് പറയുന്ന മാരകമായ
ഒരു ആയുധം ഉപയോഗിച്ച് തലക്കടി കൊണ്ടാണ് ഇദ്ദേഹം മരണപ്പെട്ടത് എന്ന് വാപ്പ തന്നെ പറഞ്ഞ് നമുക്ക് മനസ്സിലാകും. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, വളരെ കൂട്ടായ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടായത് കൊണ്ടാണ് തൻ്റെ മകന് ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു അവസ്ഥ സംഭവിച്ചത് എന്നാണ് വാപ്പ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത് പഠിക്കാനാണോ ഇത്തരം ആക്രമണങ്ങൾക്കാണ് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടത്. ഇത്തരം ആക്രമണോത്സുകത നമ്മുടെ കുട്ടികൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെറുപ്പത്തിലോ അത് കഴിഞ്ഞ് കുറച്ച് വലുതാകുമ്പോൾ നമ്മൾ കണ്ടാൽ അതിനനുസരിച്ചുള്ള കൗൺസിലിങ്ങും മറ്റും കുട്ടികൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികൾ എല്ലാം തന്നെ ഒരുപാട് ആക്രമണോത്സവമായ സ്വഭാവമാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വെഞ്ഞാറമൂടുള്ള ഒരു കൊലപാതകം നിങ്ങൾ കണ്ടതാണ്. 5 പേരെയാണ് ഒരു മകൻ ഇല്ലാതാക്കിയത്. എന്നാൽ ഇന്നത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു ട്യൂഷൻ സെൻ്ററിൽ അവരുടെ വിടപറയൽ ചടങ്ങിന് മുമ്പ് എല്ലാവരും നടത്തുന്ന ഒരു സെൻഡ് ഓഫ് പരിപാടിയിൽ ഒരു ഗ്രൂപ്പ് ഡാൻസിൻ്റെ സമയത്ത് ഒരു പാട്ട് സ്റ്റെക്കായി പോവുകയാണ്. ഒരു മൊബൈല് പ്ലെയിൻ മോഡിലിടാൻ മറന്നു പോയത് കൊണ്ട് പെട്ടെന്ന് കോള് വന്നപ്പോൾ ആ മൊബൈൽ സ്റ്റെക്കായിട്ട് ആ പരിപാടി അവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് പുറകെ വശത്ത് നിന്നിട്ട് 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണെന്ന് നിങ്ങൾ ഓർക്കണം. പുറകു വശത്ത് നിന്ന് കുറച്ച് കുട്ടികൾ കൂവുകയാണ്. ആ കൂവലിൽ അവർ അസ്വാരസ്യമുണ്ടാവുകയും അതുപോലെ തന്നെ അവിടെ നിന്ന് ചെറിയൊരു ക്ലാഷ് ഉണ്ടാവുകയും ചെയ്യുകയാണ്. ഇതാണ് ആ സംഭവത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അതിനുശേഷം മാഷ്മാരെല്ലാം ഇടപെട്ടുകൊണ്ട് ആ കുട്ടികളെ വിളിച്ച് അതിൽ നിന്ന് അടിയുണ്ടായ മക്കളെ മാറ്റിയെടുത്തതിന് ശേഷം അടികൊണ്ട ആൾക്കാരെ അവിടെ ട്യൂഷൻ സെൻ്ററിലുള്ള അധ്യാപകർ തന്നെ ഇടപെട്ടുകൊണ്ട് അവരുടെ വാഹനത്തിൽ അവരുടെ വീടുകൾ കൊണ്ട് ഇറക്കുകയാണ്. തീർച്ചയായിട്ടും ഇനിയൊരു കഷ്ടപ്പാടോ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. അതുപോലെ തന്നെ ഇനി നിങ്ങൾ അങ്ങോട്ട് വരേണ്ടതില്ല എന്നും എന്തെങ്കിലും ട്യൂഷനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മാഷ്മാര തീർത്തു തരുമെന്ന് പറഞ്ഞ് അവരെ വീട്ടിൽ വിട്ടതാണ്. അതിനുശേഷം ഇത് നടക്കുന്നത് ഏകദേശം ഒരു ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം എത്ര ദിവസങ്ങൾ എടുത്തിട്ടാണ് ഇവർ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനുശേഷം ഇവരെല്ലാം ആക്രമണത്തിന് സുരുക്കൂട്ടുകയാണ്. എല്ലാ കാര്യങ്ങളും ചെയ്ത് തിങ്കളും ചൊവ്വയും എല്ലാം ഇവർ ഇരുന്ന് ചിന്തിച്ചതിന് ശേഷം ബുധനും അതിനുശേഷം വ്യാഴാഴ്ച ഏകദേശം ഒരു വൈകിട്ട് സമയത്താണ് ഇവർ എല്ലാം ഒത്തുചേർന്നുകൊണ്ട് 2 സ്കൂളിലെ കുട്ടികൾ അപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നത്. തീർച്ചയായും ആ ഏറ്റുമുട്ടലിൽ അഞ്ചക്ക് എന്ന് പറയുന്ന ഏതോ ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഷഹബാസിൻ്റെ തലയ്ക്ക് സാരമായി പരിക്കേൽക്കുകയാണ്. അങ്ങനെ ഷഹബാസ് വീട്ടിലെത്തിയപ്പോൾ തന്നെ കട്ടിലിൻ്റെ മുകളിലേക്ക് വീഴുകയും അതുപോലെ തന്നെ തലക്കടി കൊണ്ടതുകൊണ്ട് വല്ലാത്ത രീതിയിൽ ഛർദ്ദിക്കുകയും ചെയ്തു എന്ന് ഷഹബാസിൻ്റെ വാപ്പ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ വീട്ടുകാരാണ് അവരെ മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നതും. ഏകദേശം രാത്രി ഒരു 12:45 ആ ടൈമാവുന്ന സമയത്തോടു കൂടി നമ്മുടെ ഷഹബാസ് ഈ ലോകത്തോട് തന്നെ വിട പറയുകയുമാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും സ്കൂളിൽ വളരെ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാ സ്കൂളും കലാപരിപാടിയുമായി ബന്ധപ്പെട്ടുണ്ടാകാറുണ്ട്. എന്നാൽ ഇത്തരം ഒരു പരിപാടി ഉണ്ടായപ്പോൾ ഇത് 2 സ്കൂളിലുള്ള കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞ് അവർ ഏറ്റെടുക്കുകയും എന്നാൽ ഷഹബാസിനെ വകവരുത്തണമെന്ന് അവർ ഗ്രൂപ്പ് ഉണ്ടാക്കി തീരുമാനിക്കുകയും അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണിന് കുത്തിയ ചെറുപ്പക്കാരൻ പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ 2 കുത്തുമ്പോൾ തന്നെ ഷഹബാസ് കഴിഞ്ഞു. ഇവൻ എന്തൊരു മനുഷ്യനാണ്, ഇവന് ആരോഗ്യമൊന്നുമില്ലേ, എൻ്റെ ഒറ്റ കുത്തിൽ തന്നെ അവൻ കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് വളരെ നിർദാക്ഷിണ്യം അതും വോയിസ് മെസ്സേജായിട്ട് അദ്ദേഹം അയക്കുകയാണ്. ഇതാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് കണ്ടുവരുന്ന ഒരു വാസന എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത്തരം കുട്ടികളെ നാളെ ജോനസോമിലാക്കി തിരിച്ചു വന്നിട്ട് ഇവർ സമൂഹത്തിൽ എന്താണ് തിരിച്ച് ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് വെഞ്ഞാറമൂടുണ്ടായ ഒരു സംഭവം പോലെ ഇത്തരം കുട്ടികളെ വലുതാക്കി കൊണ്ടുവന്നത് കൊണ്ട് സമൂഹത്തിന് യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. അവരെ തീർച്ചയായിട്ടും ഒറ്റപ്പെടുത്തുകയും അതുപോലെ തന്നെ ജോനസോമിൽ നിന്ന് ജയിലിലേക്ക് മാറ്റിയിട്ട് മരണം വരെ അവർക്ക് ജയിൽ ശിക്ഷ കൊടുക്കുന്നതാണ് നല്ലത് എന്നാണ് തോന്നുന്നത്. ഇത്തരം ആക്രമണോത്സവങ്ങൾ കാണിക്കുന്ന കുട്ടികളെ നാളെ സമൂഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉമ്മാനെയും ബാപ്പാനെയും എല്ലാം അവർ ശരിയാക്കും. തീർച്ചയായിട്ടും അത്തരം കുട്ടികളെ നമ്മൾ ഒറ്റപ്പെടുത്തുക തന്നെയാണ് വേണ്ടത് എന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ അടുത്തിടെ ഒരുപാട് കൊലപാതകങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും കണ്ടുവരുന്നത് എല്ലാം തന്നെ കുട്ടികളുടെ കാര്യത്തിൽ വളരെ നമ്മൾ വേണ്ട വിചാരം ഒന്നുകൂടി തീർച്ചയായിട്ടും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ശക്തമായി നമ്മുടെ പൊതുസമൂഹത്തിലും അതുപോലെ തന്നെ മാഷ്മാർക്കും അതുപോലെ തന്നെ കോളേജിലെ അധ്യാപകർക്കും ട്യൂഷൻ സെൻ്റർ അധ്യാപകർക്കും എല്ലാം കൂടി നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് കൗൺസിലിംഗ് ക്ലാസ്സുകളും അതുപോലെ തന്നെ അവരുടെ അറിവുകളും വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നല്ലൊരു ബോധവൽക്കരണത്തിൽ കൂടെ മാത്രമേ ഇത്തരം ഒരു നല്ല സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അല്ലാത്തിടത്തോളം കുട്ടികൾ ഇത്തരം ആക്രമണത്തിലേക്കും മറ്റും പോകാനുള്ള സാധ്യത കൂടുതലാണ്. തീർച്ചയായും കണ്ടറിഞ്ഞുകൊണ്ട് എല്ലാവരും ഗവൺമെൻറ്റും അതുപോലെ തന്നെ സ്കൂളുകളും കോളേജുകളും എല്ലാം പ്രവർത്തിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.